ഗൾഫ് മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിലേക്ക് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ സുരക്ഷാ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇന്ന് പുലർച്ചെയായിരുന്നു ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പ്രത്യാക്രമണം ഉണ്ടായത്. കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. കുവൈത്തിന്റെ ആകാശപരിധിയിലേക്ക് എത്തിയ മിസൈലുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തകർത്തതായി കുവൈത്ത് സൈനിക ജനറൽ സ്റ്റാഫ് അറിയിച്ചു. തകർത്ത ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ മിസൈലുകൾ ആകാശത്ത് വെച്ച് തകർത്തേണ്ടതാണെന്ന് കുവൈത്ത് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് നിലവിലുള്ള അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷയും പൊതുജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട ഔദ്യോഗിക അധികാരികൾ പുറപ്പെടുവിക്കുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ പ്രത്യേകം അഭ്യർത്ഥിച്ചു. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിൽ അപായ സൈറണുകൾ മുഴങ്ങി. ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. ജനം, ദുബായ്.